IO ഫിസിക്സിലെ അക്വസ്റ്റിക് എന്ന മൊഡ്യൂളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് റിവർബറേഷൻ. സൗണ്ടിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് റിവർബറേഷൻ. അതായത് ദ പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് ആഫ്റ്റർ ദ സൗണ്ട് ഹാസ് സീസ്ഡ് ടു പ്രൊഡ്യൂസ് ഈസ് നോൺ ആസ് റിവർബറേഷൻ. അതായത് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിർത്തിക്കഴിഞ്ഞാലും കുറച്ച് നേരത്തേക്ക് ആ സൗണ്ട് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ റിവർബറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് റിവർബറേഷനും എക്കോയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അതായത് ഒരു സൗണ്ട് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ അത് ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ അത് 0.1 സെക്കൻഡിനുള്ളിൽ നമ്മുടെ ബ്രെയിനിലേക്ക് റീറ്റെയിൻ ചെയ്യുന്നു. ഇഫ് ദ റിഫ്ലക്റ്റഡ് സൗണ്ട് റീച്ചസ് ദ ലിസണർ ബിഫോർ ദാറ്റ് വി ഫീൽ റിവർബറേഷൻ. അതായത് ഒരു സൗണ്ട് ഹിയർ ചെയ്താൽ അത് ബ്രെയിനിൽ 0.1 സെക്കൻഡിനുള്ളിൽ റീറ്റെയിൻ ചെയ്യുന്നു. അതിന് മുമ്പ് എത്തുന്നതാണെങ്കിൽ അതിനെ റിവർബറേഷൻ എന്ന് പറയുന്നു. ഇഫ് ദ റിഫ്ലക്റ്റഡ് സൗണ്ട് റീച്ചസ് ദ ലിസണർ ആഫ്റ്റർ ദ 0.1 സെക്കൻഡ് വി ഹിയർ എക്കോസ് വിച്ച് ഈസ് ഡിലേഡ് റിസപ്ഷൻ ഓഫ് സൗണ്ട്. സോ അതാണ് റിവർബറേഷനും എക്കോയും തമ്മിലുള്ള വ്യത്യാസം. 0.1 സെക്കൻഡിന് മുന്നിലാണ് എത്തുന്നതെങ്കിൽ അതിനെ റിവർബറേഷൻ എന്നും പറയും. ഡിലേഡ് ആയിട്ട്, അതായത് ഇപ്പോൾ 0.1 സെക്കൻഡിന് ശേഷമാണ് ബ്രെയിനിലെത്തുന്നതെങ്കിൽ അതിനെ എക്കോ എന്നും പറയും. ഇനി നമുക്ക് റിവർബറേഷൻ ടൈം എന്താണെന്ന് നോക്കാം. ദ ടൈം ഫോർ ദ സൗണ്ട് ടു ഡൈ ഡൗൺ ബൈ 60 ഡെസിബൽ ഫ്രം ഇറ്റ്സ് ഒറിജിനൽ സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവൽ. അതിനെയാണ് റിവർബറേഷൻ ടൈം എന്ന് പറയുന്നത്. അതായത് നോർമലി നമ്മുടെ ഒരു റൂമിന് ദ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഫീൽ ലെവൽ ഓഫ് എ റൂം ഈസ് അബൌട്ട് 40 ഡെസിബൽ and the loudest sound intensity level in an orchestra normally is 100 decibel. അതായത് ഈ 60 ഡെസിബൽ ആയിരിക്കും മാക്സിമം സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവൽ. അതാണ് റിവർബറേഷൻ ടൈം എന്ന് പറയുന്നത്. അതായത് നോർമലി തന്നെ നമ്മുടെ ഒരു റൂമിന് 40 ഡെസിബലോളം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ലെവൽ ഉണ്ട്. അപ്പോൾ അതിൽ മാക്സിമം ലൗഡസ്റ്റ് നോയ്സ് എന്ന് പറയുന്നത് ഈ 60+40 100 dB വരെ പറ്റുള്ളൂ. നമുക്കറിയാം ഹ്യൂമൻ ഇയറിന് 0 to 120 ഡെസിബലാണ് മാക്സിമം സൗണ്ട് ഇൻറ്റൻസിറ്റി പറ്റുക എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടതാണ് റിവർബറേഷൻ ടൈം. ഇപ്പോൾ ഈ റിവർബറേഷൻ ടൈം റിഫ്ലക്റ്റിംഗ് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റിവർബറേഷനും ഇൻക്രീസ് ചെയ്യുന്നു. റിഫ്ലക്റ്റിംഗ് സർഫസ് കൂടുന്നതിനനുസരിച്ച് റിവർബറേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഇനി സബൈൻ ഫോർമുല എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു നേരത്തെ വീഡിയോയിൽ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് എന്താണെന്ന് പഠിച്ചു. ഈ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ കൂടെ സൗണ്ട് അബ്സോർപ്ഷനുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് സൗണ്ട് അബ്സോർപ്ഷൻ A = σ/SI ആൽഫ. അതിൽ ആൽഫയാണ് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൗണ്ട് അബ്സോർപ്ഷൻ്റെ യൂണിറ്റ് ആയിരുന്നു സബൈൻ എന്ന് പറയുന്നത്. സബൈൻ എന്ന സയൻറ്റിസ്റ്റാണ് അത് ഫോർമുലേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അതിനെ സബൈൻ എന്ന് പറയുന്നത്. അത് ഈ യൂണിറ്റ് രണ്ട് തരത്തിലുള്ള മെഷറിംഗ് യൂണിറ്റ് ഉണ്ട്. FPS ആയാലും SI യൂണിറ്റ് ആയാലും സബൈൻ എന്നാണ് പറയുന്നത്. FPS ആണെങ്കിൽ സൗണ്ട് അബ്സോർപ്ഷനെ 1 ഇമ്പീരിയൽ സബൈൻ എന്ന് പറയും. അത് 1 സ്ക്വയർ ഫീറ്റിലാണ് സൗണ്ട് അബ്സോർപ്ഷൻ മെഷർ ചെയ്യുക. അതാണ് FPS. SIയിലാണെങ്കിൽ 1 മെട്രിക് സബൈൻ എന്ന് പറയും. അത് 1 സ്ക്വയർ മീറ്ററിലായിരിക്കും സൗണ്ട് അബ്സോർപ്ഷൻ മെഷർ ചെയ്യുക. രണ്ടിലും യൂണിറ്റ് സബൈൻ തന്നെ. ഡിഫറൻസ് വരുന്നത് ഇതാണ്. ഒരെണ്ണം 1 സ്ക്വയർ ഫീറ്റ്, അത് 1 ഇമ്പീരിയൽ സബൈൻ FPS യൂണിറ്റിൽ. SI യൂണിറ്റിലാണെങ്കിൽ 1 സ്ക്വയർ മീറ്റർ, 1 മെട്രിക് സബൈൻ എന്നും പറയും. ഇനി റിവർബറേഷൻ ടൈം കാണുന്നതിനുള്ള ഒരു ഫോർമുലയുണ്ട്. അതാണ് സബൈൻ ഫോർമുല. അത് ഈ സൗണ്ട് അബ്സോർപ്ഷനും ബന്ധപ്പെടുത്തിയിട്ടുള്ള റിലേഷനാണ് വരുന്നത്. കാരണം സൗണ്ട് അബ്സോർപ്ഷനാണ് σ/SI ആൽഫ എന്ന് പറയുന്നത്, A കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ സബൈൻ ഫോർമുല 2 യൂണിറ്റിലും നമുക്ക് പറയണം. FPS യൂണിറ്റിലുണ്ട്, SI യൂണിറ്റിലുണ്ട്. FPS യൂണിറ്റിനും SI യൂണിറ്റിനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയല്ലോ. ഇനി അതിൻ്റെ ഫോർമുല എന്താണെന്ന് നോക്കാം. അതായത് റിവർബറേഷൻ ടൈം T = 0.05 V / σ/SI ആൽഫ ഇൻ FPS. FPSലാണ് അങ്ങനെ വരിക. അതിൽ T എന്ന് പറയുന്നത് റിവർബറേഷൻ ടൈം, V എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ റൂം, പിന്നെ σ/SI ആൽഫ. S സർഫസ് ഏരിയയാണ്, ആൽഫ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റാണ്. σ/SI ആൽഫ ചെയ്യുമ്പോഴാണ് നമുക്ക് സൗണ്ട് അബ്സോർപ്ഷൻ A കാണുന്നത്. അത് മുൻപത്തെ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് റെഫർ ചെയ്യുക, പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി SI യൂണിറ്റിൽ പറയുമ്പോൾ
സബ് ഇൻഫോർമൽ വരുന്നത് 0.16 V/σ SI α എന്നായിരിക്കും SI യൂണിറ്റിൽ. അപ്പോൾ ആ രണ്ട് ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി റിവർബറേഷൻ ടൈം ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ഡിസൈഡിങ് ദ അക്വസ്റ്റിക് ക്വാളിറ്റി ഓഫ് ആൻ ഓഡിറ്റോറിയം. നമുക്കറിയാം ഒരു ഓഡിറ്റോറിയത്തിൻ്റെ സൗണ്ട് അതിൻ്റെ ഫാക്ടറിനെ മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നതാണ് ഒരു ഫാക്ടറാണ് റിവർബറേഷൻ, സൗണ്ട് ക്വാളിറ്റീനെ. അതായത് ഈ റിവർബറേഷൻ ടൈം എന്ന് പറയുന്നത് അധികം കൂടാനും പാടില്ല, അധികം കുറയാനും പാടില്ല. ഒരു അഡിക്വേറ്റ് റിസപ്ഷൻ ടൈം എൻഹാൻസ് ദ റിച്ച്നെസ് ഓഫ് മ്യൂസിക്. ഒരു അഡിക്വേറ്റ് റിവർബറേഷൻ ടൈമാണ് ഒരു ഓഡിറ്റോറിയത്തിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു റൂമിൽ. എ ജനറൽ പർപ്പസ് ഓഡിറ്റോറിയം മെൻ ഫോർ സ്പീച്ച് ആൻഡ് മ്യൂസിക് ഈസ് ഡിസൈറബിൾ ടു ഹാവ് എ റിവർബറേഷൻ ടൈം ഓഫ് 1.5 to 2.5 സെക്കൻഡ്. അതായത് ഒരു ഓഡിറ്റോറിയത്തിൽ സ്പീച്ചിനാണെങ്കിൽ 1.5 സെക്കൻഡും മ്യൂസിക്കിനാണെങ്കിൽ 2.5 സെക്കൻഡും റിവർബറേഷൻ ടൈമാണ് മോസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ളത്. സ്പീച്ചിനാണെങ്കിൽ 1.5 സെക്കൻഡ് റിവർബറേഷൻ ടൈമും മ്യൂസിക്കിന് 2.5 സെക്കൻഡും. പിന്നെ നമുക്കറിയാം സിനിമ ഹാളിലും ഈ സൗണ്ടിൻ്റെ അക്വസ്റ്റിക് പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമായിട്ടൊരു സിനിമ ഹാളിൽ നമ്മൾ 3 തരത്തിലുള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കുക. ഫൈബ്രസ് അഥവാ പോറസ് അബ്സോർബൻറ്റ്, റെസൊണൻ്റ് അബ്സോർബൻറ്റ്, ദെൻ മെമ്പറൈൻ അബ്സോർബൻറ്റ്.